നമസ്കാരം. സമഗ്രയിലേക്ക് സ്വാഗതം. UDF കൂത്തുപറമ്പ് നിയോജക മണ്ഡലം സ്ഥാനാർത്ഥി ജയന്തി രാജന്റെ പര്യടനം പാനൂർ സീതിപ്പള്ളിയിൽ കണ്ണൂർ കോർപ്പറേഷൻ മേയർ അഡ്വക്കേറ്റ് പി ഇന്ദിര ഉദ്ഘാടനം ചെയ്തു. കൂത്തുപറമ്പ് മണ്ഡലം UDF സ്ഥാനാർത്ഥി ജയന്തി രാജന്റെ ഇന്നത്തെ പര്യടനം പാനൂർ സീതിപ്പള്ളി പരിസരത്ത് നിന്ന് ആരംഭിച്ചു. കണ്ണൂർ കോർപ്പറേഷൻ മേയർ പി ഇന്ദിര പര്യടനം ഉദ്ഘാടനം ചെയ്തു. ഇവിടെ എന്റെ മുന്നിൽ ഒരുപാട് സഹോദരിമാർ നമുക്കറിയാം നമ്മുടെ വീട്ടിന്റെ ഇന്നത്തെ സാഹചര്യം എവിടെ എത്തി നിൽക്കുന്നു എന്നുള്ളത്. വിലക്കയറ്റം കൊണ്ട് പൊറുതിമുട്ടിയിരിക്കുന്ന ഈ നാട്ടിലെ ഉപ്പ് തൊട്ട് കർപ്പൂരം വരെയുള്ള സാധനങ്ങളുടെ വിലക്കയറ്റം കൊണ്ട് പൊറുതിമുട്ടിയിരിക്കുന്ന ഈ നാട്ടിലെ ജനങ്ങളുടെ ജീവിതം എവിടെ എത്തി നിൽക്കുന്നു എന്ന് ചിന്തിക്കാൻ പോലും ആലോചിക്കാൻ പോലും ഇന്നത്തെ സർക്കാരിന് സമയമില്ലാതായിരിക്കുന്നു. കാരണം നമുക്കറിയാം ഓരോ ദിവസവും മാസങ്ങൾ ഈ ഒരു 10 വർഷക്കാലത്തിനുള്ളിൽ ഇവിടുത്തെ ഓരോ സാധനങ്ങളുടെയും വില എത്രമാത്രം വർദ്ധിച്ചു എന്ന് ഞാൻ പറയേണ്ടതായിട്ടില്ല. അതുപോലെ തന്നെ വൈദ്യുതി ചാർജ് 1, 2, 3 തവണയല്ല വർദ്ധിപ്പിച്ചുകൊണ്ടേയിരിക്കുകയാണ്. എല്ലാ സാധനവും വെള്ളക്കരം എന്തു വേണ്ട സർവ്വ സാധനത്തിനും നമുക്ക് പഴയ കാലത്ത് നമുക്കറിയാം നമ്മുടെ എല്ലാവരെയും ഒരു സ്വപ്നമാണ് ഒരു വീട് എന്ന് പറയുന്നത്. ഒരു ചെറിയ തുക കൊടുത്താൽ നമുക്ക് ബിൽഡിംഗ്. നിത്യോപയോഗ സാധനങ്ങളുടെ വിലക്കയറ്റത്തിൽ വലഞ്ഞ കേരളത്തിലെ സ്ത്രീകൾ ഇടതുപക്ഷ സർക്കാരിനെ താഴെയിറക്കുമെന്ന് പി ഇന്ദിര പറഞ്ഞു. വി സുരേന്ദ്രൻ മാസ്റ്റർ, PK ഷാഹുൽ ഹമീദ്, സന്തോഷ് കണ്ണമ്പള്ളി, വി നാസർ മാസ്റ്റർ, PPA സലാം, K രമേശൻ തുടങ്ങിയവർ സംസാരിച്ചു. മുദ്രാവാക്യം വിളികളുമായിട്ടാണ് സ്ഥാനാർത്ഥിയെ പ്രവർത്തകർ സ്വീകരിച്ചത്. എന്നും ഈ നാട്ടുകാരിയായി കൂടെ ഉണ്ടാകുമെന്ന് UDF സ്ഥാനാർത്ഥി ജയന്തി രാജൻ പറഞ്ഞു. എന്നെ ചുമതലപ്പെടുത്തി ഈ അവസരത്തിൽ നിങ്ങളെവരുടെയും വിലയേറിയ സമ്മതിദാനാവകാശം ഐക്യജനാധിപത്യ മുന്നണിയുടെ എനിക്ക് അനുവദിച്ചു തന്ന ചിഹ്നമായ അടയാളത്തിൽ രേഖപ്പെടുത്തി അമ്പിച്ച ഭൂരിപക്ഷത്തിൽ നിങ്ങളെ കേരളത്തിൻ്റെ നിയമനിർമ്മാണ സഭയിലേക്ക് എത്തിക്കണമേ എന്ന് വിനയപൂർവ്വം അഭ്യർത്ഥിക്കുകയാണ്. ഇന്നലെയും മെലിഞ്ഞാനുമായിട്ടുള്ള വാഹന യാത്രയിൽ നമ്മൾ തീരുമാനിച്ചത് ഏകദേശം 50-53 പോയിന്റാണ്. പക്ഷേ 80ഓളം പോയിന്റുകളിൽ നമ്മൾ നിർബന്ധപൂർവ്വം ഇറങ്ങേണ്ടി വരും. ഇറങ്ങിയെടുത്തെല്ലാം സംസാരിക്കേണ്ടി വരും. അപ്പോൾ വോയിസിന് ചെറിയൊരു പ്രശ്നമാണ്. എന്തായാലും എനിക്കൊന്നേ പറയാനുള്ളൂ, ഈ ഗ്രാമങ്ങളിലൂടെ സഞ്ചരിച്ചപ്പോൾ ഞാൻ ഇന്നിപ്പം ചാനലുകാരനോട് അവിടുന്ന് ചോദിക്കുകയാണ്. തുടർന്ന് ചിറയിൽ ഭാഗം, ലക്ഷം വീട്, കളാച്ചേരി ഭാഗം, മണിവയൽ ഭാഗം, PK മുക്ക്, വൈദ്യർപീടിക, തിരുവാൽപ്പള്ളി ഭാഗം, പാലക്കൂൽ, മടപ്പുര, ഈസ്റ്റ് എലാങ്കോട്, കോപ്പാലം, തലക്കൽ, പാലത്തായി വായനശാല, പാലത്തായി, ചെർമോളിൻ, സെൻട്രൽ എലാങ്കോട് എന്നിവിടങ്ങളിലെ സ്വീകരണത്തിന് ശേഷമാണ് ഇന്നത്തെ പര്യടനം അവസാനിപ്പിച്ചത്. സമഗ്ര ന്യൂസ്, പാനൂർ.